ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ ഞാൻ കെട്ടും കിടക്കി എടുത്ത് പെട്ടെന്നുണ്ടായ പോക്കിൽ എത്തിപ്പെട്ടത് ജപ്പാനിലാണ്. അപ്പോൾ ഇവിടെ എത്തി ഞാൻ കോബെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് രണ്ടാമത് ഫ്ലൈറ്റ് ഇറങ്ങിയത്. അവിടുന്ന് എനിക്ക് ഇനി സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഞാനൊരു ട്രെയിനിൽ കയറി. അപ്പോൾ എയർപോർട്ടായിരുന്നു ഫസ്റ്റ് സ്റ്റേഷൻ, അതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. സ്വസ്ഥമായിട്ട് ഇരുന്ന് പോന്നു. രണ്ട് സൈഡും ഞാൻ മാറി മാറി ചുറ്റി നടന്ന് കണ്ടു. ഞാൻ അപ്പുറം അപ്പുറമൊക്കെ നല്ലോണം ശരിക്കും കണ്ടു കേട്ടോ. ഞാനേ ഇപ്പൊ ബോട്ട് ലൈനറിലാണ് ഉള്ളത്. നല്ല രസമുണ്ട് ഇവിടെ. ഇതിലൊക്കെ കയറാനായിരുന്നു എൻ്റെ ഏറ്റവും പേടി. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. കാഴ്ചകളൊക്കെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ ട്രെയിനുകളൊക്കെ പബ്ലിക് അല്ല കേട്ടോ, പ്രൈവറ്റ് ആണ്. അപ്പോൾ ഓരോ ലൈനുകളാണ്. ഇപ്പം പോർട്ട് ലൈനർ, പിന്നെ JR, അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളും ഓരോ കളറുകളും ഒക്കെ ആയിരിക്കും. അതൊക്കെ നോക്കി പിടിച്ച് നമ്മൾ കണ്ടുപിടിച്ച് കയറുകയൊക്കെ വേണം. അപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. വരുന്നൊക്കെ ഞാൻ അങ്ങനെ നോക്കി ഇന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ 2 ട്രെയിന് മാറി കയറാനുണ്ടായിരുന്നു. അപ്പോൾ മാറി കയറി അടുത്ത ട്രെയിനിൽ കയറി. കാണുന്നതൊക്കെ ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ. അത് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു പോന്നു. പിന്നെ തിരക്കും കുറവായിരുന്നു. എപ്പോഴും എപ്പോഴും ഇങ്ങനെ ട്രെയിൻ ഉണ്ട്. അധികം തിരക്കില്ലാത്ത ഏരിയ ആയതുകൊണ്ട് സ്വൈര്യമായിട്ട് ഇരിക്കാനും കാണാനൊക്കെ പറ്റി. അപ്പോൾ ഇത് നോക്കി ഞാൻ രണ്ടാമത് കയറിയ ട്രെയിനിൽ ഉള്ള ആൾക്കാർ കേട്ടോ. എന്ത് അച്ചടക്കത്തോടെയാണ് അവർ നിൽക്കുന്ന നോക്കിയ. ഓരോരുത്തരും വരിക്ക് നിന്ന് ആ വരിയിൽ കയറി ട്രെയിൻ വരുമ്പോൾ ഓരോരുത്തർ ഇറങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്കാർ കയറുള്ളൂ കേട്ടോ. നമ്മളെ പോലെ ഉന്തി തള്ളി അങ്ങനെയൊന്നും കയറൂല. ഹലോ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഓൾറെഡി മനസ്സിലായിക്കാണ് ഞാനിപ്പോ എവിടെയല്ലായിരുന്നല്ലേ. യെസ് ഗൈസ്, ഞാൻ ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ജപ്പാനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നൊരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ്, ഇവിടുത്തെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ കുറെ ക്ഷീണമല്ല കാരണം ഞാനൊന്ന് നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഇപ്പൊ ഇനി ഒന്ന് പുറത്തിറങ്ങി നോക്കുക. 6 മണി ആയിട്ടേ ഉള്ളൂ, 6-6:30 ആയിട്ടേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ രാത്രിക്കത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കണം. വന്ന പാടെ നല്ല ജെറ്റ്ലാഗില്ല കാരണം ഞാൻ നല്ലപോലെ ഉറങ്ങി. ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് വളരെ ക്ഷീണിച്ചു പോയി. ലഗേജൊക്കെ എടുത്തിട്ട് വരികയല്ലേ. അപ്പം ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. ഇതാണ് എൻ്റെ റൂം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വിശാലമായിട്ട് ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ റൂമിന്റെ വീഡിയോ ഒക്കെ കാണിക്കണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ റൂമാണ്. പക്ഷെ ഇവിടെ സെറ്റിങ്സ് അറിയില്ല. ബാത്റൂമൊക്കെ കാണാൻ കുറച്ച് ഭംഗിയുണ്ട്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ഒറ്റയ്ക്കുള്ള ട്രിപ്പാണ് ഇത്. സോളോ ട്രിപ്പാണെന്ന് പറയാം. ശാലിക്ക് വിസ കിട്ടാത്ത കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ആദ്യമൊക്കെ വരുമ്പോഴുള്ള ടെൻഷനൊന്നും ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായില്ല കേട്ടോ. എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു ട്രെയിനൊക്കെ കയറാനും ടിക്കറ്റ് എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന പറഞ്ഞു. അതിലൊന്നും ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇപ്പോൾ ഒരു ദിവസമേ ആയിട്ടുള്ളൂ. നാളെ തൊട്ടാണ് കോൺഫറൻസ് തുടങ്ങുന്നത്. ഞാൻ അതിന്റെ മുന്നായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്. നാട്ടിൽ നിന്ന് പെട്ടെന്നില്ല ഇതായതുകൊണ്ട്, പെട്ടെന്ന് പോരായതുകൊണ്ടൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് വാങ്ങിക്കാണ്ട്. കിട്ടുമെന്ന് അറിയില്ല. കിട്ടുമെങ്കിൽ വാങ്ങിക്കാം, ഇല്ലതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിട്ടോ. ഇതായിരുന്നു ഞാൻ നിന്ന ഹോട്ടൽ. അപ്പൊ ഞാൻ ലിഫ്റ്റ് ഇറങ്ങി. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു 7-Eleven ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു. മാസ്ക് വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ മാസ്ക് വാങ്ങി. പിന്നെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. പിന്നെ ഇവിടെ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. നമ്മള് നാട്ടിലൊന്നും ഇത്രക്ക് ഇല്ലാന്ന് തോന്നുന്നു. കുറേ മാസ്കുകളും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തൊക്കെയാണെന്നറിയില്ല, കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ തണുപ്പായതുകൊണ്ട് കുറേ സോക്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറേ സ്നാക്സുകളുണ്ട്. അതൊക്കെ ഞാൻ പറ്റുന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസം അതുകൊണ്ട് തൽക്കാലം തിന്നാലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം വാങ്ങിയുള്ളൂ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇവിടെ തന്നെ കിട്ടും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാ ഫുഡും ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കേണ്ടത് ഇവർ ചൂടാക്കി തരുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഈ തണുപ്പത്തിൽ അത്ര അങ്ങോട്ട് ചൂട് നിൽക്കൂലെന്നേ ഉള്ളൂ. എവിടെ പോയാലും 7-Eleven ഉള്ളതുകൊണ്ട് നല്ല ഉപകാരം കേട്ടോ. അപ്പൊ അത്യാവശ്യത്തിന് രാത്രി കഴിക്കാനുള്ള സാധനങ്ങളും വാങ്ങി ഞാൻ അവിടുന്ന് തിരിച്ച് റൂമിൽ പോയിട്ടോ. ഹലോ, അത് ഞാൻ തിരിച്ച് റൂമിൽ എത്തിട്ടോ. പുറത്ത് നല്ല തണുപ്പായിരുന്നു. അതോട് ചുറ്റിക്കറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ ഒന്നും പുറത്തൊന്നും ആരും ഇല്ല. കുറെ ഇങ്ങനെ അത്യാവശ്യക്കാർ മാത്രം യാത്ര ചെയ്യണമെന്നല്ലാതെ വെറുതെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നവരൊന്നുമില്ല. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ഞാനും തിരിച്ചു വന്നു. അപ്പൊ 1-2 സാധനങ്ങളാണ് ഞാൻ രാത്രിക്ക് കഴിക്കാൻ വാങ്ങിയത്. ഫസ്റ്റ് ഒരു പിസ്സ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ തന്നെ ചൂടാക്കി പോന്നു കേട്ടോ. പിന്നെ ഇതും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സമാധാനത്തിനും മധുരത്തിനും ഒന്നും കൂടെ വാങ്ങിച്ചു. ബാക്കി നാളെ പോകുമ്പോൾ വാങ്ങിക്കാം. ഉദ്ദേശമൊന്നും കിട്ടിയില്ല, പക്ഷെ കിട്ടിയതൊക്കെ കൊണ്ടുപോയി പോന്നു. എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. നല്ല ക്ഷീണമുണ്ട്. നേരത്തെ ഉറങ്ങിയ ഉറക്കത്തിലൊന്നും ഒരു സമാധാനം കിട്ടിയിട്ടില്ല. ബാക്കി ഉറങ്ങണം. ഇപ്പൊ ഞാനേ പുറത്ത് പോയിപ്പെട്ട് ജാക്കറ്റ് കണ്ടിന്യൂ. മറ്റേ CID മ്യൂസിയത്തില് ദിലീപും കൊച്ചിൻ അനീഫയും കൂടെ ബോംബ് എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പല്ലേ ഒരു കാക്കി, അതേപോലെ എനിക്ക് തോന്നിയത്.
പക്ഷെ ഒരു ഹെൽമെറ്റിന്റെ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല, മാനേജബിൾ ആണ്. ഇപ്പോഴാട്ടോ ഞാൻ എടുക്കുമ്പോ പോലും അങ്ങനെ ചിന്തിച്ചില്ല. എടുക്കുമ്പോ പിന്നെ അത്ര ശ്രദ്ധിക്കൂലല്ലോ, എല്ലാം എമർജൻസി ആയിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് പോരുന്ന അന്നാണ് ഞാൻ ഇതെല്ലാം തപ്പിയെടുത്തത്. അപ്പൊ ഇന്നിനിപ്പോ കറങ്ങുന്നുണ്ടോ ഇതൊന്ന് തിന്നു നോക്കാം ഞാൻ. ഡ്രിങ്ക്സ് തന്നെ നോക്കാം. ഞാൻ സ്ട്രോ വാങ്ങിക്കാൻ മറന്നാണോ അതോ അവര് വരാൻ മറന്നാണോ എന്ന് എനിക്കറിയില്ല. കുറിച്ച് അയ്യോ ഷെയ്ക്ക് ചെയ്യണമായിരുന്നു. സ്ഥലപ്പെട്ടെ ഇത് തന്നെയാണ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത് സംഭവം ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ലാസ്റ്റ് കുടിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല ഇതൊക്കെ മുഞ്ചാണെങ്കിലേ നല്ല ടേസ്റ്റ് പോയി കിട്ടും. കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അയ്യോ താഴത്തുനിന്ന് ഇവിടെ വരെ എത്തിയപ്പോഴേക്ക് തണുത്തു പോയി. ആദ്യം ബ്രെഡ് ആയിട്ട് ടേസ്റ്റ് ഒന്നും അകത്തൊക്കെ എത്തിയിട്ടില്ല. ചെറുതായതുകൊണ്ട് എടുക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഇതിന്റെ ക്രസ്റ്റൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, ബ്രെഡ് പോലെ വെക്കുന്നുണ്ട്. ബ്രെഡല്ല, ശരിക്കും പറയുന്നത് കുബൂസ് പോലെ ഉണ്ട്. നീ ഒരെണ്ണം തന്നെ മതിയെന്ന് തോന്നുന്നുണ്ട്, വെറുതെ 2 വാങ്ങി. സാരല്ല, തിന്നാലുള്ള സ്ഥലമൊക്കെ ഉണ്ടാവട്ടോ, ഞാനൊരു പ്രശ്നമേ അല്ല. സത്യം പറഞ്ഞാലേ ഒറ്റക്കായിട്ട് വലിയ രസമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച എല്ലാവരും ഈ സോളോ ട്രിപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വൈബ് ഉണ്ട്. ചിലർക്ക് വൈബ് ആവുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ. എനിക്ക് എന്താ വെച്ചാല് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് കണ്ടാൽ അത് ഒരാളെടുത്ത് അപ്പുറത്തുനിന്ന് ഇതൊക്കെ തോക്ക് തോക്ക് അത് പറയുന്ന ഒരു സുഖം കിട്ടൂലല്ലോ. പിന്നെ വീഡിയോ എടുക്കുന്നോണ്ടാണ് പിന്നെ കുറച്ചൊരു സമാധാനം. ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, മറ്റേ എനിക്ക് ഇങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റണില്ല. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എല്ലാം കാണുമ്പോ നമുക്ക് കൗതുകമല്ല. അത് നോക്ക് ഇത് നോക്ക് അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് പറയാൻ ഒരാളില്ലാത്ത വിഷമം നല്ലപോലെ ഉണ്ട്. പക്ഷെ ചിലര് ചിലപ്പം ആ ഒറ്റക്കുള്ള യാത്രയൊക്കെ കാര്യമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ഒറ്റക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ട് പോയിട്ട് വരുന്നതാണ്. മാക്സിമം ഞാൻ പോയത് കൊൽക്കത്തയൊക്കെ ആയിരിക്കും ഒറ്റക്ക് പോയിട്ടുണ്ടാവും. അതും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്നത് വരുന്ന, അല്ലാതെ എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ച് പോയാലും എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും ചില കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് റിട്ടേൺ പോരുകയാണ്. ഇതിലിപ്പോ എനിക്ക് കുറെ കാണണമെന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ ട്രെയിനൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് നോക്കി ഇത് നോക്കി എന്നൊക്കെ പറയാൻ പോലും ആരും ഇല്ലാത്തപ്പോ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത് ഇത് പോർക്ക് സോസേജ് ആണ്. ഞാൻ ചിക്കൻ ആയിരുന്നു വായിച്ചിനിയത്. അയ്യോ പോർക്ക് ഞാൻ കഴിക്കൂലല്ലോ, വേസ്റ്റ് ആയിപ്പോയി. സാരല്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല, അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കാര്യം ശരിയായിട്ട് ഒന്ന് വാങ്ങിയാൽ മതിയേനി എന്ന് പറഞ്ഞത് ഇപ്പൊ കറക്റ്റായി ഒന്നായി. ഞാൻ നോക്കിയതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ എവിടെ പാളിയതെന്ന് മനസ്സിലായില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇന്നതിന്റെ മുന്നേ നോക്കിയത് നന്നായി. അപ്പൊ അത് കളഞ്ഞേക്കാം. ഞാനിപ്പം ഈ ഒരു സാധനം ഉള്ളത്, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സംതിങ് സ്വീറ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല, ആയിരിക്കും വിചാരിക്കണം. ഓഹ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി, ഭയങ്കര മെൽറ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. കൊള്ളാം. പക്ഷെ ഇത് മറ്റേ മുട്ട വെച്ച് ചെയ്യുന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ. വീഡിയോയിലൊക്കെ കാണാറില്ല, മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് മുട്ട മാത്രമായിട്ട് മുട്ടന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷം. ബാക്കി ഞാൻ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കാണിക്കാം. തൽക്കാലം ഇത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നു ഉറങ്ങട്ടെ, നാളെ നേരത്തെ പോകാനുള്ളതാണ്. ബാക്കി വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ.